ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഞാനൊരു ലെഗോ മാത്രമല്ല ബിൽഡ് ചെയ്യുന്നത്, എൻ്റെ ഒരു കപ്പിൾ ഇയേഴ്സായിട്ടുള്ള ഒരു ചെറിയ മെമ്മറീൻ്റെ ഒരു ജേർണിയും കൂടിയാണ്. ഇന്ന് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഒരു ബൾബസാറിനെയാണ്. പോക്കിമോൻ ലോകത്തിലെ എൻ്റെ ഫസ്റ്റത്തെ ഫ്രണ്ടാണ് ബൾബസാർ. ഈ ലെഗോസൊക്കെ എല്ലാം ഇങ്ങനെ അസംബിൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ആകെ ബൾബസാർ മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു 2 വർഷം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ പോക്കിമോൻ കളിക്കാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് പോക്കിമോൻ ഗെയിം പ്ലേ ചെയ്തത് ഒരു പഴയ ക്ലാസിക് ഹാൻഡ് ഹെൽഡ് ഒരു നിൻറ്റെൻഡോ ഗെയിം ബോയിലാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 1996-ലോ 98-ലോ പുറത്തു വന്ന ഒരു കൺസോളാണ് ഗെയിം ബോയ്. സോ ആ ചെറിയ സ്ക്രീനിൽ ആ പിക്സൽ ഗ്രാഫിക്സിലൊക്കെ കളിക്കുമ്പോഴത്തേനും അതിലുണ്ടായിരുന്ന ഒരു വേൾഡിൽ അതിപ്പോൾ ഞാൻ കാണുന്ന HD സ്ക്രീനിനേക്കാളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. സോ ഇറ്റ് ഗിവ് മീ എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീലിംഗ്. പിന്നെ ഞാൻ കളിച്ചത് ഫസ്റ്റ് പോക്കിമോൻ ലീഫ് ഗ്രീൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പോക്കിമോൻ ഫയർ റെഡും. സോ ഫസ്റ്റ് ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ പ്രൊഫസർ ഓക്ക് എന്ന് പറഞ്ഞൊരു ആളുണ്ട്. പുള്ളി നമുക്ക് 3 പോക്കിമോനെ ചൂസ് ചെയ്യാൻ പറ്റും, തരും. അതിന്ന് നമുക്ക് ഇഷ്ടമുള്ളതിനെ സെലക്ട് ചെയ്യാം. അതിലുള്ളതാണ് ചാർമാൻഡർ, സ്ക്വിർട്ടിൽ, പിന്നെ ബൾബസാർ. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നോയെന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഇതിനെ കാണുന്നത്. പക്ഷേ കണ്ടപ്പോൾ തന്നെ ഐ ഫെൽ ഇൻ ലവ്. ആൻഡ് ദെൻ ഞാൻ ബൾബസാറിനെ ചൂസ് ചെയ്തത്. പിന്നീട് അങ്ങോട്ടുള്ള ഞാൻ കളിച്ച എല്ലാ പോക്കിമോൻ ഗെയിമിലും ബൾബസാർ ഉണ്ടെങ്കിൽ ഞാൻ ബൾബസാറിനെ ഫസ്റ്റ് ചൂസ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു പ്രത്യേകതരം കണക്ഷൻ തോന്നി ബൾബസാറിനോട്. മേ ബി ബിക്കോസ് അതിൻ്റെ ഒരു ഗ്രീൻ കളറും അതിൻ്റെ ഒരു റിലയബിലിറ്റിയൊക്കെ ആയിരിക്കും. പിന്നീട് ഞാൻ ട്രൈ ചെയ്ത എല്ലാ പോക്കിമോൻ ഗെയിമിലും ഇപ്പോൾ ബൾബസാർ സ്റ്റാർട്ടർ പാക്കിൽ ഇല്ലെങ്കിൽ ഞാൻ അല്ലാണ്ട് ഗെയിമിൽ ക്യാച്ച് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ഇയർ നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഈ സെയിം ഫ്രണ്ട് തന്നെ പുള്ളീൻ്റെ നിൻറ്റെൻഡോ സ്വിച്ച് എനിക്ക് ലെറ്റ്സ് ഗോ പിക്കിച്ചു കളിക്കാൻ വേണ്ടി തന്നായിരുന്നു. ഇതിൽ ഗ്രാഫിക്സും ഗെയിം പ്ലേയും എല്ലാം ഡിഫറെൻ്റ് ആണ്, ബിക്കോസ് ഇറ്റ്സ് എ ന്യൂ ജനറേഷൻ കൺസോൾ, റൈറ്റ്? പക്ഷേ വേറെ എന്തൊക്കെ ചേഞ്ച് ആയാലും നമ്മുടെ ബൾബസാർ മാറില്ല. ഈ ഗെയിമിലും ഞാൻ ബൾബസാറിനെ ക്യാച്ച് ചെയ്തു ആൻഡ് ഹീ സ്റ്റിൽ ഇൻ മൈ ടീം. ഇനി നമ്മുടെ ബൾബസാറിനെ പറ്റി പറയാനാണെങ്കിൽ ബൾബസാർ ഒരു ഗ്രാസ് ഓർ പോയിസൺ ടൈപ്പ് പോക്കിമോനാണ്. ഇത് എവോൾവ് ആകുന്നത് ഐവിസാറിലേക്കും പിന്നെ വീനസാറിലേക്കും. ബൾബസാറിൻ്റെ ബാക്കിലൊരു സീഡ് ഉണ്ട്. അത് വളർന്ന് ഒരു വലിയ പ്ലാന്റ് ആയിട്ട് മാറും. സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് എനർജി ഗെയിൻ ചെയ്യുന്ന ഒരു പോക്കിമോനാണ് ബൾബസാർ. അതുകൊണ്ട് അതിൻ്റെ ബാറ്റിൽസൊക്കെ വളരെ സ്ട്രാറ്റജിക്കാണ്. ബിഗിനേഴ്സിന് ഒരു ബാലൻസ് സ്റ്റാർട്ടർ പോക്കിമോൻ ആണ് ബൾബസാർ എന്നാണ് പറയാറ്. പിന്നെ ഞാൻ ഭയങ്കര ഒരു ഗെയിം ഫ്രീക്കൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ ഒത്തിരി ഒന്നും അറിയില്ല. ഐ ജസ്റ്റ് ലവ് ദി സിമ്പിൾ ഗെയിംസ് ദാറ്റ് ഐ പ്ലേഡ് ഇൻ ദ ഗെയിം ബോയ്. ആൻഡ് അതിൽ എനിക്ക് ബൾബസാറിൻ്റെ അടുത്തൊരു കണക്ഷൻ വന്നു. ആൻഡ് ഐ ഹാവ് അതെനിക്കിപ്പോൾ ഞാനിതിൻ്റെ ലെഗോ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പോക്കിമോൻ്റെ ഫ്രാഞ്ചൈസി തുടങ്ങുന്നത് 1990s-ലാണ്. അതിന് പിന്നിലുള്ള മൈൻഡാണ് സതോഷി തജീരി. പുള്ളീനെ പറ്റിയുള്ള ഡോക്യുമെൻ്ററീസും വീഡിയോസും എല്ലാം യൂട്യൂബിൽ നിറയെ അവൈലബിൾ ഉണ്ട്. സമയം കിട്ടുമ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ചെക്ക് ദാറ്റ് ഔട്ട്, ബിക്കോസ് ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഇപ്പോൾ ഗെയിം മാത്രമല്ല, ഒരു ആനിമെ, കാർഡ്സ്, മൂവീസ്, അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ലോകത്തിൽ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ഫ്രാഞ്ചൈസിയിൽ ഒന്നാണ് പോക്കിമോൻ. ചില സമയത്ത് ഞാൻ ഫേസ്ബുക്ക് എടുക്കുമ്പോഴും അതിലിങ്ങനെ കുറേ ജപ്പാനിലെ വ്ളോഗ്സ് കാണാറുണ്ട്. ആളുകൾ പോക്കിമോൻ്റെ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ജപ്പാനിലേക്ക് ട്രിപ്പ് പോകുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഇറ്റ്സ് ബിഗ്, റിയലി ബിഗ്. ആൻഡ് നൗ ടോക്കിംഗ് അബൌട്ട് ദ ലെഗോസ്. ഓണസ്റ്റ്ലി ലെഗോസ് ബിൽഡ് ചെയ്യുന്നത് വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ. സ്പെഷ്യലി ഓവർ തിങ്കിങ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതൊരു നല്ല ഹോബി ആയിരിക്കും. എൻ്റെ തലയിൽ എല്ലാ സമയത്തും ഒരു സെക്കൻഡ് പോലും വിടാണ്ട് എന്തെങ്കിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ ഈ ലെഗോസൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര റിലാക്സിങ് ശരിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ഓരോ പീസസ് എടുത്ത് അത് ശരിയായ പ്ലേസിൽ ഫിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് ഭയങ്കര നൈസാണ്. സ്പെഷ്യലി ഇങ്ങനെ സ്മോൾ ബിൽഡ്സ് ചെയ്യുമ്പോൾ. ആക്ച്വലി ദിസ് വാസ് നോട്ട് അത്ര സ്മോൾ ബിൽഡ് എന്ന് ഞാൻ പറയില്ല, ബിക്കോസ് ഇറ്റ് സ്റ്റിൽ ടുക്ക് മീ കപ്പിൾ ഡേയ്സ് ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്.
എന്താണെങ്കിലും ഈ ഓരോ പീസസിൽ നിന്നും ഓരോ ഷേപ്പായിട്ട് മാറുന്നത് കാണുമ്പോഴത്തേനും നമുക്കൊരു സ്ട്രെസ് റിലീഫ് പോലെ തോന്നാറുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ ഗ്രീൻ കളറിലെ പീസാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബൾബസാറിൻ്റെ ബാക്കിലുള്ള സീഡ്. ഈ സീഡാണ് വളർന്നൊരു പ്ലാന്റായി മാറുന്നത്. ഐവസോറിൻ്റെ നെക്സ്റ്റ് എവല്യൂഷൻസിൽ വീനസോറിലും ഐവിസോറിലും എല്ലാം നമുക്കിത് തന്നെ കാണാൻ പറ്റാറുണ്ട്. ഇത് ഒരു ഫ്ലവറായിട്ട് മാറും. ലെഗോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതിൻ്റെ ഡീറ്റെയിൽസാണ്. ഓരോ ചെറിയ പീസസും ചേർന്നിട്ട് ഇത്ര ക്യൂട്ടായ അല്ലെങ്കിൽ എഫിഷ്യൻ്റായ ഓരോ ഒബ്ജക്റ്റും ഉണ്ടായി വരുന്നുണ്ടല്ലോ. സോ ഇത് ഡിസൈൻ ചെയ്ത ആളുകൾക്ക് ഓണസ്റ്റ്ലി നല്ലൊരു റെസ്പെക്റ്റ് കൊടുക്കണം. ബിക്കോസ് ഇത്ര ചെറിയ സ്കെയിലിൽ പോലും നമുക്ക് ഓരോ ക്യാരക്ടറിനെയും അതിൻ്റെ 100% ഫീല് ക്യാപ്ചർ ചെയ്ത് കിട്ടുന്ന പോലെയാണ് എല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. ലെഗോസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ചെറിയ ക്ലിക്ക് സൗണ്ട് കേൾക്കാറുണ്ട് നമ്മൾ ഓരോ പീസസും കണക്ട് ചെയ്യുമ്പോഴത്തേനും. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കാംനെസ് നമുക്കും ഫീൽ ചെയ്യും. ആൻഡ് സംടൈംസ് ഞാൻ ജസ്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ മ്യൂസിക് പോലും ഇടാറില്ല, ഈ സൗണ്ട്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ലെഗോസ് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പീസസ് എല്ലാം റാൻഡമായിട്ട് തോന്നും. പക്ഷെ പയ്യെ എല്ലാം കണക്റ്റ് ആവും, ഒരു കംപ്ലീറ്റ് ക്യാരക്ടറായി മാറും. അതൊരു ചെറിയ റിമൈൻഡറാണ് ആക്ച്വലി നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ സ്മോൾ സ്റ്റെപ്സ് എടുത്താൽ ബിഗ് റിസൾട്ട്സ് വരും എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ബൾബസാർ എൻ്റെ ഫസ്റ്റ് പോക്കിമോനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു 2-3 പോക്കിമോൻ ഗെയിംസ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഇതിൽ പുതിയ പോക്കിമോൺസിന് സ്പേസ് ഉണ്ടാകുമ്പോഴും ഞാൻ എന്തിനാണ് ഇപ്പോഴും ബൾബസാറിനെ തന്നെ ചൂസ് ചെയ്യുന്നതെന്ന്. ആൻഡ് ദ ആൻസർ ഇസ് പ്രിറ്റി സിമ്പിൾ. നമ്മുടെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും സ്പെഷ്യലായിരിക്കും. ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പോക്കിമോനെ പറ്റിയൊന്നും സംസാരിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല, ഞാൻ വെറും ന്യൂബിയാണ്. പക്ഷെ നിങ്ങൾ കുഞ്ഞിലെ തുടങ്ങി പോക്കിമോൻസ് കളിക്കുന്നതും അതിൻ്റെ കാർഡ്സ് എല്ലാം കളക്ട് ചെയ്യുന്ന ഇതിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അവരോട് ചോദിച്ചാൽ ദേ വിൽ ഓൾവേസ് ടെൽ യു അവരുടെ ഫസ്റ്റത്തെ പോക്കിമോനാണ് അവർക്ക് ഇപ്പോഴും സ്പെഷ്യൽ എന്ന്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നണേ. അതുകൊണ്ടായിരിക്കും ഞാനിപ്പോഴും പുതിയ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്താലും അതിലെല്ലാം എൻ്റെ ബൾബസാറിനെ തന്നെ സെർച്ച് ചെയ്യുന്നത്. ഒരു റിലാക്സേഷന് വേണ്ടിയാണ് ഗെയിംസ് കളിക്കാൻ തുടങ്ങിയെങ്കിലും ഐ ആക്ച്വലി ലേൺ സംതിങ് ഫ്രം ദീസ് ഗെയിംസ് ടു. പിന്നെ പഠിച്ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ഭയങ്കര ഹൈ ക്ലാസ് ഒന്നും അല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ അഡൽട്ട്സ് ആയതുകൊണ്ട് ബി ഫണ്ണി ഇപ്പോൾ ഞാനിത് പറയുമ്പോഴത്തേനും. പക്ഷെ പറയാണ്ട് പോയാലും ശരിയാവില്ല. അതുകൊണ്ട് യു ഗൈസ് സിറ്റ് ബാക്ക് ആൻഡ് ഹിയർ ദിസ്. നമ്മുടെ പോക്കിമോൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ബൾബസാർ ഇവോൾവ് ചെയ്ത് ഐവിസോറാകും, ഐവിസോർ പിന്നെ വീനസോറാകും. അതുപോലെ തന്നെ നമ്മളും ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഗെയിംസിലെ പോലെ ലെവലപ്പ് അല്ലെങ്കിലും ലൈഫിലെ എക്സ്പീരിയൻസസും ഉണ്ട്. ബൾബസാർ ഭയങ്കര ചെറുതാണ്, പക്ഷെ വീനസോർ നല്ല സ്ട്രോങ് ആണ്. അതുപോലെ നമ്മളും പയ്യെ ഗ്രോ ചെയ്യുന്നു. പക്ഷെ പുറത്ത് നോക്കുമ്പോൾ ആളുകൾ നമ്മളുടെ വലിയ റിസൾട്ട്സ് മാത്രമേ കാണുന്നുള്ളൂ. അത് ചെറിയ പീസസ് കൊണ്ടാണ് ബേസിക്കലി ഉണ്ടാവുന്നത്. ഓരോ ചെറിയ സ്റ്റെപ്പും ഓരോ ചെറിയ പ്രോഗ്രസ്സും ഒന്ന് ഇഗ്നോർ ചെയ്യാണ്ട് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നൈസായിരിക്കും. അപ്പോൾ ഈ ബിൽഡ് പോലെ സ്ലോ ആയിട്ട് പീസ് ബൈ പീസ് ഫൈനലി ഒരു കംപ്ലീറ്റ് ബൾബസാറായിട്ട് നമ്മുടെ ലൈഫും മാറും. ഒരു സ്റ്റുപ്പിഡ് ഫണ്ണി കഥയാണെന്ന് തോന്നുന്നു, പക്ഷേ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ്. ഇനിയിപ്പോൾ ഈ ചെറിയ 4 കാലും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബൾബസാർ കംപ്ലീറ്റ് ആവും. ഭയങ്കര ഹാർഡല്ലാത്ത എന്നാൽ തീരെ സിമ്പിളും അല്ലാത്ത ഒരു ലെഗോ ബിൽഡായിരുന്നു ഇത്. ഇതൊരു മോഡൽ എന്നതിനേക്കാൾ ഉപരി എനിക്കൊരു മെമ്മറിയും കൂടി ആയിരുന്നു. ബിക്കോസ് ഇതെൻ്റെ ആദ്യത്തെ പോക്കിമോനും ആദ്യത്തെ ലെഗോ ബിൽഡും ആയത് കൊണ്ടിട്ട്. എനിവേയ്സ്, താങ്ക് യു ഇത്രയും നേരം എൻ്റെ ടോക്സ് കേട്ടിരുന്നു.